ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടൊരു കുമ്പളപ്പമാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ചക്ക നമ്മൾ എടുക്കുന്നത് വരിക്കച്ചക്കയല്ല, കൂഴച്ചക്ക, ചെമ്പരത്തിച്ചക്കയും കൊണ്ടാണ് നമ്മൾ ഇത് റെഡിയാക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം. കുമ്പളപ്പം ഉണ്ടാക്കാൻ പോകുന്ന ചക്കയാണ് ഇത് ചെമ്പരത്തി ചക്കയാണ്, കൂഴച്ചക്കയാണ്. ഇത് കുരു കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം കാണാം. ചക്ക വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് ഇനി നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തത്. ഈ പാത്രത്തിന് 1/4 ഭാഗം മൈദ എടുത്ത് ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര ഞാൻ പാനിയാച്ചി വെച്ചത് അരിച്ചെടുക്കാം. ശർക്കര പാനിയാച്ചി വെച്ചത് അരിച്ചെടുക്കാം. ശർക്കര ഞാൻ അരിച്ച് വെച്ച്, ശർക്കരയുടെ അളവ് ഞാൻ പറയുന്നില്ല, മധുരത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാൻ 1/2 കിലോ ശർക്കര വെള്ളം കുറച്ചൊഴിച്ച് എടുത്തതാണ്. ഇവിടെ എല്ലാവർക്കും മധുരം വേണം, അതുകൊണ്ട്. ഷുഗർ ഉള്ളവരാണെങ്കിൽ ചക്കയ്ക്കകത്ത് മധുരമുണ്ട്, അതുകൊണ്ട് പഞ്ചസാരയും ശർക്കരയും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പൊടിയിലോട്ട് നമുക്കിനി ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചക്ക ഒഴിച്ചു കൊടുക്കാം. ചക്ക ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഇളക്കാം. ചക്ക നമ്മൾ അനുസരിച്ചൊഴിച്ചാൽ മതി. വെള്ളം കൂടുവാണെങ്കിൽ ചക്ക കുറച്ചങ്ങ് മാറ്റുക. ഞാൻ മാറ്റി വെച്ച ശർക്കരയും കൂടി ഒഴിക്കുക. കുറച്ചും കൂടി ചക്ക ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ജീരകം, ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചതാണ്, ഇത് ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഇട്ട് കൊടുത്ത് അതിന് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത്, ഒരു തേങ്ങ ഞാൻ എടുത്ത് ഒരു തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി ശകലം തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വറുത്താലും നല്ലതാണ്. ഞാൻ നെയ്യ് വറുക്കുന്നില്ല, അല്ലാതെ ഇടുക. ഇതെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ ഒന്നും കൂടി നമുക്ക് ഇളക്കാം. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കാണാം. നല്ലതുപോലെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ചക്ക അരച്ചതെല്ലാം ഞാൻ ഒഴിച്ച് ഇളക്കി. ഈ പരുവത്തിന്
ഞാൻ എടുത്തത്. ഇനി നമുക്ക് ഇലക്കകത്തോട്ട് ഉണ്ടാക്കാം. ഇഡ്ഡലിക്കുട്ട നമ്മൾ ചൂടാക്കാൻ വെച്ച്. നമ്മൾ കുമ്പളപ്പത്തിനുള്ള ഇല എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി എടുത്ത് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഓരോന്നുണ്ടാക്കിയെടുക്കാം. നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഇതിനകത്ത് വാരിയിടണം. വാരിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം ആ തുമ്പ് അകത്തോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കാണാം. ബാക്കി വന്നതും കൂടി ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഓരോന്ന് പറക്കി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് പറക്കി വെക്കാം. ഇനി എല്ലാം പറക്കി വെച്ചതിന് ശേഷം കാണാം. എല്ലാം ഞാൻ പറക്കി വെച്ച് ഇനി ഇഡ്ഡലി പാത്രം അടച്ച് വെച്ച് 15 മിനിറ്റ് തീ കൂട്ടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി വെന്ത് കഴിഞ്ഞിട്ട് കാണാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.